ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ എൻവിറോൺമെൻറ്റൽ സയൻസിൽ വരുന്ന എറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് എന്ന 5ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ടാക്കുക, സബ്സ്ക്രൈബ് ആക്കുക. സോ നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞത് എന്തിനെക്കുറിച്ചായിരുന്നു? വിൻഡിനെ കുറിച്ചായിരുന്നു. കാറ്റ്. എന്താണ് കാറ്റെന്ന് പറഞ്ഞാൽ മൂവിങ് എയർ, മൂവ് ചെയ്യുന്ന വായുവാണ് കാറ്റെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളെടുത്ത് പറഞ്ഞത് ഒരു ടോയ് ഫാൻ ഉണ്ടാക്കാനാണ്, ഒരു കളിക്കുന്ന ഫാന്. എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് ഇവിടെ നിങ്ങൾക്ക് പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ നോക്കിയിട്ട് നിങ്ങളത് ഉണ്ടാക്കുക. എന്നിട്ട് ട്രൈ ബ്ലോയിങ് എയർ ഇൻ ടു ഇറ്റ്. എന്നിട്ട് എന്താക്കുക? നിങ്ങൾ എയർ, വായു അതിലേക്ക് ഊതുക. നൗ റൺ ഹോൾഡിങ് ദ ടോയ് ഫാൻ ഇൻ യുവർ ഹാൻഡ്. ഇത് ടോയ് ഫാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഓടുക. വാട്ട് ഹാപ്പൻഡ് ദെൻ? അപ്പോൾ എന്താണ് സംഭവിക്കുക? റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ മൈ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങളുടെ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ നിങ്ങളുടെ നിരീക്ഷണം എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടോയ് ഫാൻ എന്ത് ചെയ്യും? കറങ്ങും, റൊട്ടേറ്റ് ചെയ്യും. സോ അവിടെ എഴുതുക, ടോയ് ഫാൻ വിൽ റൊട്ടേറ്റ്, അത് കറങ്ങും. ഈസ് എയർ ഓൾവേസ് മൂവിങ്? ഈ വായു എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഡോണ്ട് വി ഫീൽ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ ഇൻ ദ ക്ലാസ് റൂം ഈസ് റൊട്ടേറ്റിംഗ്? നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഫാൻ ഇങ്ങനെ കറങ്ങുമ്പം നമുക്ക് എയർ മൂവ് ചെയ്യുന്നത് അനുഭവിക്കാൻ, അറിയാൻ കഴിയുമല്ലേ? അത് എയർ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത്, നമുക്ക് കാറ്റ് കിട്ടുന്നത്. സോ നമ്മൾ ഫാൻ ഇടുമ്പോൾ നമുക്ക് എയർ മൂവ് ചെയ്യുന്നത് അറിയാൻ കഴിയും. സ്റ്റോപ്പ് ദ ഫാൻ ആൻഡ് ഒബ്സർവ്. ഫാൻ ഓഫ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നിരീക്ഷിക്കുക എന്താണ് സംഭവിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. അതിനർത്ഥം എന്താണ്? അപ്പോൾ എയർ മൂവ് ചെയ്യുന്നില്ല. സോ നമ്മളടുത്ത് ഫസ്റ്റ് ചോദിച്ചത് ഈസ് എയർ ഓൾവേസ് മൂവിങ്? എയർ എല്ലായ്പ്പോഴും അനങ്ങുന്നുണ്ടോ? ഇല്ല. എപ്പോഴൊക്കെയാണ്? ചില സംഭവങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ എയർ സഞ്ചരിക്കുന്നുള്ളൂ. ഫാൻ ഇട്ടുമ്പോൾ എയർ മൂവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കാറ്റ് കിട്ടുന്നത്. വാട്ട് ഹാപ്പൻ ടു ദി മൂവ്മെൻറ്റ് ഓഫ് എയർ വെൻ ദ ഫാൻ വാസ് സ്റ്റോപ്പ്ഡ്? ഫാൻ ഓഫ് ചെയ്തപ്പോൾ എയറിൻ്റെ മൂവ്മെൻറ്റിൽ എന്താണ് സംഭവിച്ചത്? എയറിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു അല്ലേ? നിർത്തി, നിന്നു. വെൻ ദ ഫാൻ സ്റ്റോപ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ആൾസോ സ്റ്റോപ്സ്. നമ്മുടെ ഫാന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ, നിന്നപ്പോൾ എന്താ സംഭവിച്ചത്? എയറിൻ്റെ മൂവ്മെൻറ്റും സ്റ്റോപ്പായി, നിന്നു. അടുത്തത് ഒബ്സർവ് ദ പിക്ചർ. താഴെ തന്നിട്ടുള്ള പിക്ചർ, ചിത്രം നിരീക്ഷിക്കാൻ. ഒരു കുട്ടി ഉണ്ടല്ലേ? കുട്ടി എന്താ ചെയ്യുന്നത്? ഹായ് നൈസ് ഫ്രാഗ്രൻസ്. സൈഡിൽ ഒരു സ്പ്രേൻ്റെ ബോട്ടിലുണ്ട്. എന്നിട്ട് അതിൻ്റെ സ്മെല്ല് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവൾ പറയാണ് ഹായ് നൈസ് ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സുഗന്ധം. അപ്പം നമ്മളൊക്കെ നല്ല സ്പ്രേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ? നല്ല സ്മെല്ല് എങ്ങനെയാണ് നമ്മളെ അടുത്തേക്ക് എത്തുന്നത്? സ്മെല്ല് വായുവിലൂടെ ആണ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. അടുത്ത വീട്ടിൽ ബിരിയാണി വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് നമ്മളെ വീട്ടിലേക്ക് എത്തില്ല. എങ്ങനെയാണത്? വായുവിലൂടെയാണ് സ്മെല്ല് വരുന്നത്. ഹൗ ഡിഡ് ദ ഫ്രാഗ്രൻസ് റീച്ച് ദി ചൈൽഡ്സ് നോസ്? എങ്ങനെയാണ് കുട്ടിയുടെ മൂക്കിൽ, നോസിലേക്ക് ആ സുഗന്ധം എത്തിയത്? എന്തിലൂടെയാണ്? ത്രൂ എയർ, വായുവിലൂടെയാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, വായുവിലൂടെയാണ് സുഗന്ധം നമ്മളിൽ എത്തുന്നത്. ഇനി നമ്മളെടുത്ത് പറയാണ് ലൈറ്റ് ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക്. ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ള അഗർബത്തീസ് ഇല്ലേ, അത് തിരികൾ, അതാണ് പറയുന്നത്. അത് കത്തിക്കുക. ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ ടേബിൾ. എന്നിട്ട് അത് മേശമേൽ കൊണ്ടുവെക്കുക. ഓർ പ്ലേസ് സം ജാസ്മിൻ ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ കുറച്ച് മുല്ലപ്പൂക്കൾ എടുക്കുക. ഓർ എ പീസ് ഓഫ് കോട്ടൺ സോക്ക്ഡ് ഇൻ എ ലെമൺ ഗ്രാസ് ഓയിൽ ഇൻ എ കോർണർ ഓഫ് ദി ക്ലാസ് റൂം ആൻഡ് ഒബ്സർവ്. പറയാണ് അല്ലെങ്കിൽ ഒരു കോട്ടൺ എടുക്കുക, പഞ്ഞി എടുക്കുക. എന്തിൽ മുക്കുക? സോക്ക്ഡ് എന്ന് പറഞ്ഞാൽ മുക്കുക. ഇൻ ലെമൺ ഗ്രാസ് ഓയിൽ, അതെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലുള്ളൊരു സാധനമാണ് ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറഞ്ഞാൽ. അതിൽ മുക്കുക. എന്നിട്ട് ഒരു ക്ലാസ് റൂമിൻ്റെ ഒരു കോർണറിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് നിങ്ങളെടുത്ത് എന്താണ് നിങ്ങളുടെ നിരീക്ഷണം എന്നാണ് ചോദിച്ചത്. എന്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക? ആ ക്ലാസ് റൂം മൊത്തം അതിൻ്റെ സ്മെല്ലുണ്ടാവും, സ്പ്രെഡ് ചെയ്യും അല്ലേ? നമ്മൾ മുല്ലപ്പൂവാണ് വെക്കുന്നതെങ്കിൽ ആ ക്ലാസ് റൂം മൊത്തം മുഴുവനും
മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരിക്കും, അഗർബത്തി കത്തിച്ചാൽ അഗർബത്തിൻ്റെ സ്മെല്ലായിരിക്കും, അല്ലെങ്കിൽ ലെമൺ ഗ്രാസ് ഓയിലിൻ്റെ സ്മെല്ലായിരിക്കും ക്ലാസ് റൂം മുഴുവനും. ഹൗ ഡിഡ് ദ ഫ്രാഗ്രൻസ് സ്പ്രെഡ് ഓൾ ത്രൂ ദ ക്ലാസ് റൂം? ഈ ക്ലാസ് റൂം മുഴുവനും ഇതിൻ്റെ സ്മെല്ലാവാൻ എന്താണ് കാരണം? എങ്ങനെയാണ് എത്തിയത്? ത്രൂ എയർ, വായുവിലൂടെയാണ് എത്തിയത്. കുഡ് യു എക്സ്പീരിയൻസ് ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ദിസ് ടൈം? ഇപ്പം നിങ്ങൾക്ക് എയറിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ കഴിഞ്ഞില്ലേ? കാരണം സ്മെല്ല് നമ്മളിൽ എത്തിച്ചേർന്നില്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായത് അവിടെ വായുവിൻ്റെ ആ ഒരു പ്രസൻസ്. ആർ വി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദി ജെൻറ്റിൽ മൂവ്മെൻറ്റ് ഓഫ് എയർ? ജെൻറ്റിൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, എയറിൻ്റെ അനക്കം നമുക്ക് മനസ്സിലാവാൻ കഴിയുമോന്ന് ഇല്ലല്ലേ? മല്ലന് ചെറിയൊരു കാറ്റിൻ്റെ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ അറിയില്ല. ഷാൾ വി മേക്ക് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഡിറ്റക്ട് ദി ജെൻറ്റിൽ മൂവ്മെൻറ്റ് ഓഫ് എയർ? ഇങ്ങനെയുള്ള പതുക്കെയുള്ള ഈ എയറിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ നമുക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണം ഉണ്ടാക്കിയാലോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? മെറ്റീരിയൽസ് റിക്വയർഡ്. എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ മെറ്റീരിയൽസാണ്, സാധനങ്ങളാണ്? പേപ്പർ എടുക്കുക, സിസർ കത്രിക, ത്രെഡ് എന്ന് പറഞ്ഞാൽ നൂല്. ടേക്ക് എ തിൻ ആൻഡ് നേരോ പേപ്പർ. തിൻ എന്ന് പറഞ്ഞാൽ അത്ര കട്ടിയില്ലാത്ത, നേരോ എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള, വീതി അല്ലാതെ നീളത്തിലുള്ള കട്ടിയില്ലാത്ത ഒരു പേപ്പർ എടുക്കുക. കട്ട് എ പീസ് ഓഫ് അബൌട്ട് 15 സെൻറ്റിമീറ്റർ ലെങ്ത് ഫ്രം ഇറ്റ്. എന്നിട്ട് 15 സെൻറ്റിമീറ്റർ ആ പേപ്പറിൽ നിന്നും വെട്ടിയെടുക്കുക. റോൾ ദിസ് പേപ്പർ എറൗണ്ട് എ പെൻസിൽ. എന്നിട്ട് ഈ പേപ്പർ പെൻസിലിന് ചുറ്റും റോൾ ചെയ്യാം. ടൈ എ ത്രെഡ് ടു വൺ എൻഡ് ഓഫ് ദി പേപ്പർ. എന്നിട്ട് ഈ പേപ്പറിൻ്റെ ഒരു എൻഡിൽ, ഒരു തലക്കൽ എന്ത് ചുറ്റുക? ഒരു നൂല് കെട്ടുക. ആസ് ഷോൺ ഇൻ ദ പിക്ചറിൽ നോക്കി കണ്ടില്ലേ? ഒരു സൈഡിൽ മാത്രം പേപ്പറിൻ്റെ ഒരു അവസാനത്തെ ഒരു അറ്റത്ത് എന്താണ് നൂല് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഹാൻഡ് ഇറ്റ് ഇൻ എ ഫിക്സ്ഡ് സ്പോട്ട് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് ഒബ്സർവ്. എന്നിട്ട് ക്ലാസ് റൂമിൽ എവിടെയെങ്കിലും ഇത് തൂക്കിയിടുക. എന്നിട്ട് നിങ്ങളടുത്ത് നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ. എന്താണ്? ചിലപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ചെറിയ എയറിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടായാലും നമ്മുടെ ഈ പേപ്പർ എന്താണ്? ഈ പേപ്പറിലും മൂവ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഈ എയറിൻ്റെ ചെറിയ അനക്കം വരെ ഈ പേപ്പറിൻ്റെ അനക്കം നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇൻസ്റ്റെഡ് ഓഫ് എ തിൻ പേപ്പർ യൂസ് എ തിക്ക് കാർഡ്ബോർഡ് പീസ് ആൻഡ് ഹാങ് ഇറ്റ്. ഇവിടെ നമ്മൾ കട്ടിയില്ലാത്ത ഭയങ്കര തിന്നായിട്ടുള്ള പേപ്പറാണ് ഉപയോഗിച്ചത്. അതിനു പകരം നിങ്ങളടുത്ത് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് തൂക്കിയിടാനാണ് പറഞ്ഞത്. വാട്ട് ഡിഡ് യു ഒബ്സർവ്? നിങ്ങൾ എന്താണ് നിരീക്ഷിച്ചത്? നമ്മുടെ ചെറിയ കാറ്റാണെങ്കിലും നമ്മുടെ തിൻ പേപ്പർ, കട്ടിയില്ലാത്ത പേപ്പർ ആണെങ്കിൽ അത് അനങ്ങും. പക്ഷേ കാർഡ്ബോർഡ് പീസ് ആണെങ്കിലോ അതിൽ മൂവ്മെൻ്റ് ഉണ്ടാവില്ല. അത് ഭയങ്കര കാറ്റ്, നല്ല മൂവ്മെൻ്റ് ഓഫ് എയർ വന്നാലേ അത് കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് അനങ്ങുള്ളൂ. ഇവിടെ ഫസ്റ്റത്തെ തിന്നിലാവുമ്പം എയറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ എങ്കിൽ കാർഡ്ബോർഡ് പീസിൻ്റെ കേസിലാവുമ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എയറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ മൂവ്മെൻറ്റ് സംഭവിക്കുകയുള്ളൂ. സോ അവിടെ എഴുതുക. വി ടേക്ക് എ സോഫ്റ്റ് ഓർ തിൻ പേപ്പർ വി ക്യാൻ ഫീൽ ദി ജെൻറ്റിൽ മൂവ്മെൻറ്റ് ഓഫ് എയർ. നല്ല തിന്നായിട്ടുള്ളൊരു പേപ്പർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എയറിൻ്റെ, വായുവിൻ്റെ ചെറിയൊരു അനക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബട്ട് വെൻ വി ടേക്ക് എ പീസ് ഓഫ് കാർഡ്ബോർഡ്, പക്ഷെ നമ്മളൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഫീൽ ഓൺലി സ്ട്രോങ് മൂവ്മെൻറ്റ് ഓഫ് എയർ. നമുക്ക് വായുവിൻ്റെ ഭയങ്കര ശക്തിയായിട്ടുള്ള അനക്കം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ആണ് ഇവിടെ നിങ്ങളടുത്ത് ഇൻഫറൻസ് എഴുതാൻ പറഞ്ഞ സ്ഥലത്ത് എഴുതി കൊടുക്കേണ്ടത്. ഇനി താഴെ ഒരു ബോക്സിൽ തന്നത് നോക്കിക്കേ. എയർ ഈസ് ഓൾവേസ് ഇൻ മൂവ്മെൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ വായു എന്താണ്? അന്തരീക്ഷത്തിൽ എപ്പോഴും അനങ്ങിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. വി എക്സ്പീരിയൻസ് ഇറ്റ് ഓൺലി വെൻ ദ മൂവ്മെൻറ്റ് ഓഫ് എയർ ഈസ് സ്ട്രോങ്. ഈ എയറിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര ശക്തിയാണെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ കഴിയുന്നുള്ളൂ എന്നാണ്. അല്ലാതെ ഫുൾ ടൈം എന്താണ് നമ്മുടെ എയർ ഇങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് വേയ്സ് ഇൻ വിച്ച് വി മേക്ക് യൂസ് ഓഫ് എയർ? നമ്മൾ വായു ഉപയോഗിക്കുന്ന എന്തൊക്കെ സംഭവങ്ങളാണ്, സാഹചര്യങ്ങളാണ് ഉള്ളതെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ പോയിന്റ് ടു ബ്രീത്ത്. എന്താണ്? ശ്വസിക്കാൻ. നമ്മൾ വായു ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ,
ടു ഫിൽ എയർ ഇൻ ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾ, വാഹനങ്ങളുടെ ചക്രങ്ങളിൽ നിറയ്ക്കാൻ വേണ്ടി വായു ഉപയോഗിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ടു ഫിൽ എയർ ഇൻ ദി ബലൂൺസ്, ബലൂണിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വായു ഉപയോഗിക്കുന്നില്ലേ? സോ അത് എഴുതിക്കേ. പിന്നെ നമുക്ക് എഴുതാം എയർ ഹെൽപ്സ് ടു ഫയർ ബേൺ സോ വി ക്യാൻ കുക്ക്. എന്താണ്, നമ്മൾ അടുപ്പിലൊക്കെ ഊതൂലേ, ഊതുമ്പം വായു അല്ലേ പോകുന്നത്, അപ്പോൾ നമുക്ക് തീ നന്നായിട്ട് കത്തും, അങ്ങനെ നമുക്കത് പാചകം ചെയ്യാനൊക്കെ ഉപകാരമാണ് അല്ലേ. നമ്മൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് എയർ ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 പോയിന്റ് കൂടി അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കിക്കേ. ഈസ് വാട്ടർ പ്രസൻറ്റ് ഇൻ എയർ ടു? വായുവിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം പ്രസൻസ് ഉണ്ടോയെന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. വൺ ഡേ മീനു ആൻഡ് ഹെർ യങ്ങർ ബ്രദർ വെർ ഗോയിങ് ഫോർ എ പിക്നിക് വിത്ത് ദെയർ ഫാമിലി. ഒരു ദിവസം മീനുവും അവളുടെ ചെറിയ ബ്രദറും പിക്നിക്കിന് പോവുകയായിരുന്നു, അതായത് ഒരു ട്രിപ്പ് പോവുകയായിരുന്നു. വിത്ത് ദെയർ ഫാമിലി, അവരുടെ കുടുംബത്തോടൊപ്പം. ഓൺ ദ വേ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഹെവിലി. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പം നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. നോട്ട് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് മീനു ആസ്ക് ദ ഡ്രൈവർ. അങ്ങനെ അപ്പോൾ ആ സമയത്ത് മീനു ഡ്രൈവറോടൊരു ചോദ്യം ചോദിച്ചു. ഓൺ നോട്ടീസിങ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻസൈഡ് ദി ഗ്ലാസ് പെയിൻ ഓഫ് ദി ബസ്. എന്തിനെക്കുറിച്ചാണ് ചോദിച്ചത്? ബസ്സിൻ്റെ ഗ്ലാസ്സിലുണ്ടായ വെള്ളത്തുള്ളികളെ കുറിച്ചായിരുന്നു അവളുടെ ചോദ്യം. സോ പിക്ചറിൽ നോക്കാം ചോദ്യം. ഇനി ചോദിക്കുകയാണ് ഫ്രം വേർ ഡിഡ് ദിസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓൺ ഗ്ലാസ് അപ്പിയർ. ഈ ഗ്ലാസ്സിൽ എങ്ങനെയാണ് ഈ വെള്ളത്തുള്ളികൾ വന്നത്? ഈസ് ദ ഗ്ലാസ് ബ്രോക്കൺ. ഈ ഗ്ലാസ് പൊട്ടിയതാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കിടന്നത്? പൊട്ടിയിട്ട് ഇനി മഴ പെയ്യുമ്പം ഉള്ളിൽ വെള്ളം വന്നതാണോ എന്നാണ് അവളുടെ ചോദ്യം. അവളുടെ അനിയന് ആലോചിക്കുന്നുണ്ട്. ഈസ് ദർ വാട്ടർ ഇൻ എയർ? ചോദിക്കുകയാണ് ഈ എയറിൽ, വായുവിൽ വെള്ളമുണ്ടോ എന്നാണ് അവൻ ആലോചിക്കുന്നത്. നമ്മുടെ മീനുവിൻ്റെ ചോദ്യത്തിന് ഡ്രൈവർ നൽകിയ ഉത്തരം ദർ ഇസ് നോ ക്രാക്ക് ഇൻ ദ ഗ്ലാസ്. ഈ ഗ്ലാസ്സിൽ പൊട്ടലൊന്നും ഇല്ല. ദ വാട്ടർ ഈസ് ഫ്രം ദി മോയ്സ്ചർ പ്രസൻറ്റ് ഇൻസൈഡ് ദ ബസ്. വെള്ളം എങ്ങനെയാണ് എത്തിയത്? ഈ ഉള്ളിലുള്ള വായു ഇങ്ങനെ അടുത്തുമേൽ തട്ടിയിട്ട് അങ്ങനെയാണ് ആ വെള്ളം അവിടെ വന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വായുവിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം പ്രസൻസ് ഉണ്ട്. ഇനി അടുത്തതൊരു എക്സ്പെരിമെൻ്റ് ആണ്, ഒരു പരീക്ഷണമാണ് നിങ്ങളടുത്ത് ചെയ്യാൻ പറഞ്ഞത്. ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം? ഒരു ഗ്ലാസ് ടെംബ്ലർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രം, ഐസ് ക്യൂബ്സ്, ഐസ് കട്ട, പുട്ട് എ ഫ്യൂ ഐസ് ക്യൂബ്സ് ഇൻ എ ഗ്ലാസ് ടംബ്ലർ. ഈ ഗ്ലാസ് ടംബ്ലറിലേക്ക്, അതായത് ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിലേക്ക് എന്തിടുക? ഫ്യൂ ഐസ് ക്യൂബ്സ്, കുറച്ച് ഐസ് കട്ട ഇടുക. ഒബ്സർവ് ദി ഔട്ടർ സർഫേസ് ഓഫ് ദി ഗ്ലാസ്. എന്നിട്ട് എന്താണ് ഈ ഗ്ലാസിൻ്റെ ഔട്ടർ സർഫേസ് എന്ന് പറഞ്ഞാൽ പുറത്ത് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അവിടെ എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ നിരീക്ഷിക്കുക? കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ പുറമെ എന്ത് വന്നിട്ടുണ്ടാവും? കുറച്ച് വെള്ളത്തുള്ളികൾ, വാട്ടർ ഡ്രോപ്സ് ഉണ്ടായിട്ടുണ്ടാവും. സോ നിങ്ങൾ അവിടെ എഴുതുക നിങ്ങളുടെ ഒബ്സർവേഷന്. വാട്ടർ ഡ്രോപ്സ് ഫോം ഓൺ ദി ഔട്ടർ സൈഡ് ഓഫ് ദി ഗ്ലാസ് ടംബ്ലർ. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു എക്സ്പെരിമെൻ്റ് പറയട്ടെ. നിങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു കുപ്പി എടുത്ത് ഫ്രിഡ്ജിൽ വെള്ളം വെക്കുക. എന്നിട്ട് അത് തണുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്ന് ആ കുപ്പി എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? ആ ഒരു ബോട്ടിലിൻ്റെ പുറമേയും നിങ്ങൾക്ക് വാട്ടർ ഡ്രോപ്സ് കാണാൻ കഴിയും. എല്ലാവരും ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് കുടിക്കാറുള്ളതാണല്ലേ. സോ ഇനി മുതൽ ഈ ഒരു കാര്യം, ഇനി ഫ്രിഡ്ജിൽ നിന്ന് കുപ്പി എടുക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രം വേർ ഡിഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അപ്പിയർ? എവിടെ നിന്നാണ് ഈ വെള്ളത്തുള്ളികൾ വന്നത്? എയറിൽ നിന്നാണല്ലേ. ഫ്രം ദി എയർ അവിടെ എഴുതി കൊടുക്കുക, ഫ്രം ദി എയർ. രണ്ടാമതായിട്ട് നമ്മളടുത്ത് ചോദിക്കുകയാണ് വിച്ച് കമ്പോണൻറ്റ് ഓഫ് എയർ ബിക്കം വാട്ടർ ഡ്രോപ്ലെറ്റ്? എയറിലുള്ള എന്ത് കമ്പോണൻ്റ് ആണ് വെള്ളത്തുള്ളിയായി മാറുന്നത്? എന്താണ്? എയറിലുള്ള, വായുവിലുള്ള നീരാവി, വാട്ടർ വേപ്പറാണ് ഇവിടെ വെള്ളത്തുള്ളികളായി മാറുന്നത്. സോ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക, ദി വാട്ടർ വേപ്പർ ഇൻ ദി എയർ ബിക്കം വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. ഇവിടെ നോക്കിക്കുക, ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എയർ കണ്ടെയ്ൻസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. എന്താണ്? വായുവിൽ വെള്ളത്തുള്ളികളുടെ അംശമുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു പോയിന്റ് മനസ്സിലാക്കി. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഡസ് എയർ റിക്വയർ സ്പേസ്?
എയറിന് വായുവിന് സ്ഥലം വേണമെന്ന്. നമ്മൾ പറഞ്ഞിരുന്നു സോളിഡിന് എന്ത് വേണം? സ്ഥലം വേണം. അതായത് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കല്ല്, ബുക്ക്, പെന്ന്, അങ്ങനത്തെ ഐറ്റംസ്, അതിനൊക്കെ എന്ത് വേണം? സ്ഥലം വേണം. പിന്നെ നമ്മൾ പറഞ്ഞു ലിക്വിഡിനും സ്ഥലം വേണം എന്ന്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ഐറ്റംസ്, അതായത് വെള്ളം, പാല്, ജ്യൂസ്, അങ്ങനത്തെ ഐറ്റംസ്, അതിനും സ്പേസ് വേണം. ഇനി വായുവിനും സ്പേസ് വേണോ? നമുക്ക് നോക്കാം. ഒരു പിക്ചറിൽ കാണാം, ഒരു കുട്ടി ആലോചിക്കുകയാണ്, വി ആർ നോട്ട് ഏബിൾ ടു സീ എയർ. നമുക്ക് വായു കാണാൻ പറ്റുന്നില്ലല്ലേ. ഇഫ് സോ ഡസ് എയർ റിക്വയർ സ്പേസ് ടു ഓക്യുപ്പൈ. അതുകൊണ്ട് എയറിന് നിൽക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ആവശ്യമുണ്ടോ എന്നാണ് അവനിങ്ങനെ ചിന്തിക്കുന്നത്. ടു ക്ലിയർ വിധുസ് ഡൗട്ട്. ഈ കുട്ടിയുടെ പേര് വിധു എന്നാണ്. ഈ വിധുവിൻ്റെ ഈ ഒരു സംശയം മാറാൻ വേണ്ടിയിട്ട് ക്യാൻ വി ഡു എൻ എക്സ്പെരിമെൻറ്റ്? നമുക്കൊരു പരീക്ഷണം ചെയ്താലോ? ഓക്കെ, നമുക്ക് നോക്കാം. എന്തൊക്കെ മെറ്റീരിയൽസ്, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആവശ്യം? ഒരു ബീക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ പാത്രം, നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു പാത്രത്തിനാണ് ബീക്കർ എന്ന് പറയുന്നത്. അടുത്തത് വെള്ളം, വാട്ടർ. എ സ്മോൾ പ്ലാസ്റ്റിക് ബോൾ, ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ബോൾ. ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ടംബ്ലർ, അതായത് നമ്മൾ ഈ മൂന്നാമത്തെ പിക്ചറിൽ ഉള്ളിൽ വെച്ചില്ലേ, അതായത് ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ കാണുന്ന, ഉള്ളിലേക്ക് കാണുന്ന, അതായത് ഗ്ലാസ് ടൈപ്പ്, അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ടംബ്ലർ, ഒരു പാത്രവും എടുക്കുക. എന്നിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫിൽ ദ ബീക്കർ അപ് ടു 3/4 വിത്ത് വാട്ടർ. ഒരു ബീക്കറിൽ ആദ്യം വെള്ളം നിറയ്ക്കുക. പ്ലേസ് ദ പ്ലാസ്റ്റിക് ബോൾ ഓൺ ദി ടോപ്പ് ഓഫ് ദി ബോൾ. എന്നിട്ട് ആദ്യം പ്ലാസ്റ്റിക് ബോൾ ഈ വെള്ളത്തിൻ്റെ മുകളിൽ അങ്ങനെ വെക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ബോൾ അടിയിലേക്ക് പോവോ? ഇല്ല, വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുമല്ലേ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്ലാസ്റ്റിക് ടംബ്ലർ ഇല്ലേ, അതെടുക്കുക. ഈ ടംബ്ലർ തിരിച്ച് കമിഴ്ത്തി പിടിച്ചിട്ട് നമ്മുടെ ഈ ബോൾ ഉള്ളിലാക്കിയിട്ട് താഴേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഒബ്സർവ് ദി പൊസിഷൻ ഓഫ് ദി ബോൾ. നമ്മളെ ബോൾ ഇപ്പോൾ എവിടേക്ക് പോവും? നമ്മുടെ ബോൾ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോവും ഇല്ലേ. What forced the ball to move to the bottom of the beaker? ബീക്കറിൻ്റെ അടിയിലേക്ക് ഈ ബോൾ പോകാൻ എന്താണ് കാരണം എന്നാണ് ചോദിച്ചത്. എന്താണ്? ഈ ടെംബ്ലറിൻ്റെ ഉള്ളിൽ എയർ ഉള്ളത് കൊണ്ട് ഈ എയറിൻ്റെ പ്രഷറാണ് എന്ത് നമ്മുടെ ബോളിനെ താഴേക്ക് എത്തിച്ചത്. വാട്ട് ക്യാൻ വി ഡു ബ്രിങ് ദ ബോൾ ബാക്ക് ടു ദി ഇനീഷ്യൽ പൊസിഷൻ? ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോൾ ആദ്യമുള്ള സ്ഥലത്തേക്ക്, ആദ്യം എവിടെയായിരുന്നു? വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടുന്നതായിരുന്നു. അങ്ങനെ ഈ ആദ്യമുള്ള സ്ഥലത്തേക്ക് ബോൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, ടെംബ്ലർ അങ്ങ് എടുത്താൽ മതി. എന്നപ്പോൾ നമ്മുടെ ബോൾ അങ്ങ് പൊങ്ങി വരും. റൈറ്റ് ഡൗൺ യുവർ അസംഷൻ ആൻഡ് ഇറ്റ്സ് റീസൺ. നിങ്ങളുടെ ഇതിനുള്ള കാരണവും നിങ്ങളുടെ തോന്നലുകളും എഴുതാനാണ് പറഞ്ഞത്. എന്താണ്? എയറിന് പ്രഷറുണ്ട്, എയർ കാരണമാണ് നമ്മുടെ ബോൾ താഴേക്ക് പോയത്. അത് ടെംബ്ലർ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്തായി? അവിടുന്ന് എയർ പോയി, എയർ ഇല്ല, അവിടുന്ന് എയർ കുറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ബോൾ പൊങ്ങി വന്നത്. ഇനി നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി കൊടുക്കാം. ആദ്യം ചോദിച്ചത് എങ്ങനെയാണ് ഈ ബോൾ, എന്താണ് ഈ ബോളിനെ താഴേക്ക് എത്തിച്ചത് എന്നാണ്. എന്തായിരുന്നു? ഈ ടെംബ്ലറിൻ്റെ ഉള്ളിലുള്ള വായുവാണ്, അതാണ് നമ്മുടെ ബോളിനെ താഴേക്ക് പുഷ് ചെയ്തത്. രണ്ടാമത് ചോദിച്ചത് എങ്ങനെയാണ് ഈ ബോൾ തിരിച്ച് ആദ്യത്തെ പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നായിരുന്നു. എങ്ങനെയാണ് കൊണ്ടുവരിക? ഈ ടെംബ്ലർ എടുത്ത് തിരിച്ച് ബേക്കോട്ട് തന്നെ വലിച്ചാൽ മതി. സോ അന്നപ്പം നമ്മളെ ബോൾ പൊങ്ങി അങ്ങ് പോവും. ഇനി നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? എന്താണ് എന്നാണ് ചോദിച്ചത്. നമ്മുടെ കണ്ടുപിടുത്തം എന്താണ്? എയറിൽ എന്തുണ്ട്? എയർ ഉണ്ട്. എയറിന് പുഷ് ചെയ്യാൻ കഴിയും. ബിക്കോസ് ദി എയർ ഇൻസൈഡ് ദി ടെംബ്ലർ പുഷ്ഡ് ദ ബോൾ ഡൗൺ. അത് കാരണം എന്താണ്? ഈ ടെംബ്ലറിൻ്റെ ഉള്ളിലുള്ള ബോളിനെ ിലേക്ക് പുഷ് ചെയ്തത് ആരാണ്? നമ്മുടെ വായുവാണ്. സോ അത് മനസ്സിലാക്കുക. ഇവിടെ എഴുതി ചോദ്യങ്ങൾക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ഉത്തരം ഇത് തന്നെയാണ് കേട്ടോ വരുന്നത്. ചോദ്യം ഒന്ന് ചുരുക്കി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ നിങ്ങൾ ഈ ഉത്തരങ്ങളൊക്കെ അവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചോദ്യത്തിന് താഴെ എഴുതി കൊടുക്കുക. നിങ്ങളടുത്ത് പറയാണ് റിപ്പീറ്റ് ദ സെയിം എക്സ്പെരിമെൻറ്റ്. ഇതേ എക്സ്പെരിമെൻറ്റിന് തന്നെ നിങ്ങൾ ഒന്നുകൂടി ചെയ്യുക. യൂസിങ് എ ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ടെംബ്ലർ ദാറ്റ് ഹാസ് എ ഹോൾ ഓൺ ദി ബോട്ടം. നേരത്തെ നമ്മളൊരു ടെംബ്ലർ ഉപയോഗിച്ചില്ലേ, ഇവിടെ എന്ത് ടെംബ്ലറാണ് ഉപയോഗിക്കേണ്ടത്? അടിയിൽ ചെറിയൊരു ഹോള്, ഒരു ഓട്ടമുള്ള ഒരു ടെംബ്ലർ എടുക്കാനാണ് പറയുന്നത്. വാട്ട് ഡിഡ് യു ഒബ്സർവ്? നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുന്നത്? എന്താണ്? ഈ ബോള്
താഴേക്ക് ടെംബ്ലറിനെ കൊണ്ട് താഴ്ത്തിയെങ്കിലും എന്താണ് ഈ ബോൾ തിരിച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരും. വൈ ഡസ് ദ ബോൾ മൂവ് ടു ദി ബോട്ടം ഓഫ് ദി ടെംബ്ലർ ഇൻ ദ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്? പക്ഷേ നമ്മുടെ ആദ്യം ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ബോൾ അടിയിലേക്ക് പോയിരുന്നു. കാരണം എന്താണ്? ആ ടെംബ്ലറിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടായിരുന്നു, വായു ഉണ്ടായിരുന്നു. വൈ ഡസ് ഇറ്റ് മൂവ് അപ്വാർഡ്സ് ഇൻ ദി സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്? രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ ബോൾ തിരിച്ച് മുകളിലേക്ക് തന്നെ വരാൻ എന്താ കാരണം? കാരണം നമ്മുടെ ടെംബ്ലറിൽ ഒരു ഹോൾ ഉണ്ട്. സോ അതിലെന്താണ്? എയർ നിൽക്കില്ല. ആ ടെംബ്ലറിൻ്റെ ഉള്ളിൽ എയർ നിൽക്കില്ല. ആ ഒരു ഹോൾ, അതൊരു ഓട്ട ഉള്ളത് കാരണം. ഓക്കെ, സോ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ബിക്കോസ് ദർ ഈസ് എ ഹോൾ ഓൺ ടെംബ്ലർ. ടെംബ്ലറിൽ ഒരു ഹോൾ ഉണ്ട്. സോ ദർ ഈസ് നോ എയർ ഓൺ ടെംബ്ലർ. അതുകൊണ്ട് ടെംബ്ലറിൽ എയർ ഉണ്ടാകില്ല. വാട്ട് ഡിഡ് വി ഡു ഡിഫറെൻ്റ്ലി ഇൻ ദ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്? രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ എന്തായിരുന്നു ഒരു വ്യത്യാസമുള്ളത്? ടെംബ്ലറിൽ എഴുതി കൊടുത്തേ ദർ ഈസ് എ ഹോൾ ഓൺ ടെംബ്ലർ. ഇനി വെൻ വി ഡിഡ് സോ, നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ വാട്ട് മൂവ്ഡ് ഔട്ട് ഫ്രം ദി പ്ലാസ്റ്റിക് ടെംബ്ലർ? പ്ലാസ്റ്റിക് ടെംബ്ലറിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വന്നത്? എയർ അല്ലേ പുറത്തേക്ക് വന്നത്. സോ നിങ്ങൾ അവിടെ എഴുതുക എയർന്ന്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഒരു പാത്രത്തിന്, ഒരു ടെംബ്ലറിന് ഒരു ഹോൾ ഉണ്ടെങ്കിൽ അതിൽ എയർ നിൽക്കില്ല എന്ന്. അപ്പോൾ എന്താണ് അതിനർത്ഥം? എയർ റിക്വയർസ് സ്പേസ് ടു ഓക്യുപ്പൈ. എയറിന് എന്ത് വേണം? സ്പേസ് വേണം നിൽക്കാൻ. സോ മനസ്സിലാക്കുക, എയറിന് എന്ത് വേണം? എയറിന് സ്പേസ് വേണം. നമുക്ക് വേറൊരു എക്സ്പെരിമെൻ്റ് നോക്കാം എന്നാണ്, വേറൊരു രീതിയിലുള്ള. സോ നോക്കാം. ഇത് അനുവിൻ്റെ ക്ലാസ്സാണ്. അനുവിൻ്റെ ക്ലാസ്സിലുള്ള ടീച്ചറും കുട്ടികളും എന്താ ചെയ്യുന്നത്? മിസ്സ് പറയാണ് റോൾ എ പേപ്പർ ആൻഡ് പ്ലേസ് ഇറ്റ് ഹാഫ് വേ ഇൻസൈഡ് എ ഗ്ലാസ്. ഒരു പേപ്പർ റോൾ ചെയ്തിട്ട് അത് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് ഈ ഗ്ലാസ് എന്ത് ചെയ്യുക? ഈ ബക്കറ്റിലുള്ള വെള്ളത്തിലേക്ക് മുക്കുക. എന്നിപ്പോൾ ഒരു കുട്ടി പറയാണ് ഓ മൈ പേപ്പർ ഈസ് വെറ്റ്. എൻ്റെ പേപ്പർ നനഞ്ഞു. വേറൊരു കുട്ടി പറയാണ് മൈ പേപ്പർ ഈസ് നോട്ട് അറ്റ് ഓൾ വെറ്റ്. എൻ്റെ പേപ്പർ തീരെ നനഞ്ഞിട്ടില്ല. അതെന്തായിരിക്കും കാരണം? രണ്ടാളും ചെയ്തത് ഒരേ കാര്യമാണ്. ഒരാളെ പേപ്പർ നനഞ്ഞു, ഒരാളത് നനഞ്ഞില്ല. എന്താണ്? അനുവിൻ്റെ പേപ്പർ നനഞ്ഞിട്ടുണ്ട്, മിലിയുടെ പേപ്പർ നനഞ്ഞിട്ടില്ല. എന്താണ് കാരണം എന്നാണ് ചോദിച്ചത്. അനു എന്താണ്? ഗ്ലാസ് ചെരിച്ചായിരിക്കും പിടിച്ചത്. ചെരിച്ച് പിടിക്കുമ്പോൾ എന്താണ്? അതിൽ എയർ നിൽക്കില്ല, എയർ പുറത്തേക്ക് പോവും. സോ വെള്ളം ഉള്ളിലേക്ക് കയറിയിട്ട് അവളുടെ പേപ്പർ നനഞ്ഞു. മിലിയുടെ പേപ്പർ, മിലി ഗ്ലാസ് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എയർ ഉണ്ടാവും. എയർ വെള്ളത്തിനെ ഉള്ളിലേക്ക് കടത്തി വിടാതെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. ഇതാണ് കാരണം. ഇതാണ് ആൻസർ. അനു, സോറി അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആനി എന്നാണ് എഴുതിയത്, അനു ആണ്. അനു പുഡ് ഹെർ ഗ്ലാസ് നോട്ട് സ്ട്രേറ്റ്ലി. അവളുടെ ഗ്ലാസ് സ്ട്രെയിറ്റ് ആയിട്ടല്ല പിടിച്ചത്. സോ എയർ വെന്റ് ഔട്ട്. അതുകൊണ്ട് വായു അതിലൂടെ പുറത്തു പോയി. സോ വാട്ടർ വിൽ എൻ്റർ ടു ദി ഗ്ലാസ്. അതുകൊണ്ട് വെള്ളം ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വന്നു. അങ്ങനെയാണ് പേപ്പർ നനഞ്ഞത്. മിലി പുഡ് ഹെർ ഗ്ലാസ് സ്ട്രെയിറ്റ്. മിലി അവളുടെ ഗ്ലാസ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പിടിച്ചത്. ദർ വിൽ ബി എയർ ഇൻസൈഡ്. അതുകൊണ്ട് അവിടെ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? എയർ ഉണ്ടാവും. എയർ പുറത്തേക്ക് പോവില്ല. ദിസ് എയർ വിൽ സ്റ്റോപ്പ് വാട്ടർ ടു എൻ്റർ ഇൻസൈഡ് ദി ഗ്ലാസ്. ഈ എയർ, വായു വെള്ളത്തിനെ ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടി തടയും. അങ്ങനെ അവളുടെ പേപ്പർ നനയില്ല. ഇതാണ് ഉത്തരം. നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. സോ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ബാലൻസ് പോർഷൻ നമ്മൾ പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ആക്കുന്നതാണ്. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എന്തെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.